ശ്രീ ആർ വി ബാബു, നേരത്തെ സലീം മടവൂർ പറഞ്ഞത് ജോലിക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആകുന്നത് എന്നാണ്, മനുഷ്യക്കടത്ത് എങ്ങനെ ആവുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വയനാട്ടിൽ നിന്നൊക്കെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ ഒക്കെ, അതായത് പ്രായപൂർത്തിയായ കുട്ടികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ എനിക്ക് തോന്നുന്നു ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ മുമ്പിലോ മറ്റോ ഹാജരാക്കണം തോന്നുന്നു. മാത്രമല്ല, ആ കുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ സാന്നിധ്യം, ആ കുട്ടി ഇവിടെ എത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും അതായിരിക്കാം അവസ്ഥ, അല്ലേ? അപ്പം നോക്കൂ, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴല്ലേ പിടിക്കപ്പെടുന്നതും ഇതുപോലെ നിയമ നടപടിക്ക് വിധേയമാവുന്നതും. ശ്രീ ആർ വി ബാബു ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. ഓക്കെ. അനിൽ നമ്പ്യാർ, ഈ ജോസഫ് ജൂഡും ശ്രീ സലീം മടവൂരും നിയമം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഒച്ചപ്പാട് മുഴുവൻ ഉണ്ടാക്കുന്നത്. ജോസഫ് ജൂഡ് പറയുണ്ടായി പ്രൈവറ്റ് ഏജൻസിയാണ് ബാധകം. അദ്ദേഹം ക്ലോസ് 4 എന്ന് വായിക്കണം ആക്ടിന്റെ. പേഴ്സൺസ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി നോട്ട് ടു ഓപ്പറേറ്റ് വിത്തൗട്ട് ലൈസൻസ്. പേഴ്സൺസ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി എന്നാണ്. വ്യക്തികൾക്കോ പ്രൈവറ്റ് ഏജൻസികൾക്കോ ലൈസൻസ് ഇല്ലാതെ ആളുകളെ കൊണ്ടുപോകാൻ പാടില്ല. നോ പേഴ്സൺ ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി ഷാൾ ക്യാരി ഓൺ ഓർ കമൻസ് ദ ബിസിനസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് എന്നാണ് ഈ ആക്ട് അങ്ങനെ പറയുന്നത്. വ്യക്തികൾക്കോ പ്രൈവറ്റ് ഏജൻസിക്കോ ലൈസൻസ് ഇല്ലാതെ ആളുകളെ പുറത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് ഛത്തീസ്ഗഡിലെ നിയമമാണ് സാർ. ആ നിയമം ലംഘിച്ചാൽ 18 വയസ്സൊന്നുമില്ല, 20 വയസ്സൊന്നുമില്ല. ആരെ കൊണ്ടുപോകണമെങ്കിലും അവിടെ ഈ നിയമത്തിനനുസൃതമായിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോ താങ്കൾ ആ നിയമം ഒന്നുകൂടി എടുത്ത് വായിക്കണം. അത് വ്യക്തികൾക്കും ബാധകമാണ്, ഏജൻസികൾക്കും ബാധകമാണ്. പിന്നെ ഇവിടെ ബാക്കി പറഞ്ഞതൊക്കെ ഈ ചർവിത ചർവണം പോലെ 834 ആക്രമണം നടന്നു, 534 ആക്രമണം നടന്നു, ആക്രമണങ്ങളുടെ കണക്കെടുത്തിട്ട് ആരുടെ കാലത്താണ് ആക്രമണം നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആരുടെയാണ്? ഇപ്പൊ സലീം മടവൂർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറഞ്ഞതാണ്. ആരാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം? ആരാണ്? ഇവിടെ ഒരു വിഭാഗം ക്രൈസ്തവര് ഈ കാലഘട്ടങ്ങളിൽ തങ്ങളെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട്, കോൺഗ്രസിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. വഖഫിന്റെ വിഷയം വന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ. 100-600ഓളം ക്രിസ്ത്യൻ വീടുകൾ അവർ കാശ് കൊടുത്ത ഭൂമി, ആ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടുന്ന സാഹചര്യം വന്നപ്പോൾ പോലും ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ നിലപാടെന്തായിരുന്നു? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? ഈ RJDയുടെ നിലപാടെന്തായിരുന്നു? സലീം മടവൂരിനൊക്കെ ഇവിടെ വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ നിലപാടെന്തായിരുന്നു? ആ നിയമം, ഭീകര നിയമം ഇവിടുത്തെ ക്രൈസ്തവരെ, മുനമ്പത്തെ 450ഓളം ക്രൈസ്തവ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്ന സമയത്ത് ആ നിയമത്തിന് എതിരായിട്ട് ശബ്ദിക്കുന്നതിന് പകരം ആ നിയമത്തിന് അനുകൂലമായി നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയവരാണ് ഇവര്. പറയുന്നോ? ക്രൈസ്തവ സ്നേഹം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്നിട്ട് മണിപ്പൂർ എന്ന് ആവർത്തിച്ച് 4 നേരം ഗുളിക രൂപത്തിൽ വിഴുങ്ങിയാൽ പോരാ. മണിപ്പൂരിലെ ആക്രമണം ക്രൈസ്തവരും തമ്മിലാണ്, ഹിന്ദുക്കളും തമ്മിലാണ്. സലീം മടവൂരെ, താങ്കൾ മണിപ്പൂർ പോയിട്ടുണ്ടെങ്കിൽ മെയ്തി വിഭാഗവും കുക്കി വിഭാഗം എന്ന് പറയുമ്പോൾ 2 വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്, 2 വിഭാഗത്തിലും ഹിന്ദുക്കളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒച്ച വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്താണ് ജോസഫ് ജൂഡ് ക്രൈസ്തവരെ ആക്രമിക്കുന്നതിൽ വല്ലാതെ അദ്ദേഹത്തിന് വിഷമാണ്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയില് കുറച്ച് ക്രൈസ്തവ പാതിരിമാര്, ക്രൈസ്തവ മിഷണറി പ്രവർത്തകന്മാരെ ഒരു വിഭാഗം ആളുകൾ ആക്രമിച്ചത് എന്താണെന്ന് അറിയാമോ? അങ്ങേക്ക് എന്തിനാണെന്നറിയാമോ? അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് പബ്ലിഷ് ചെയ്തു, അത് വിതരണം ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരങ്ങക്ക് ഓർമ്മയുണ്ടോ? അങ്ങക്ക് ആ സംഭവം ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ? ചിൻവാദ് പാലം എന്നൊരു പുസ്തകമാണ്. ചിൻവാദ് പാലം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത് പ്രസിദ്ധീകരിച്ച് അവർ വിതരണം ചെയ്തു. ആരാണ് അവരെ വളഞ്ഞു വെച്ച് ആക്രമിച്ചത് ഓർമ്മയുണ്ടോ? എന്ന് മാത്രമല്ല, അന്നത്തെ ഗവൺമെന്റ് ആ മിഷണറിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന്റെ, ചിൻവാദ് പാലം എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എവിടെയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭ? അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടുണ്ടോ ക്രൈസ്തവ സഭ? ഒരക്ഷരം. അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഈ പറയുന്ന ക്രൈസ്തവ സഭ നേതാക്കന്മാരുണ്ടായിരുന്നോ? ഇല്ല. കാരണം കേരളത്തിൽ ഈ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരുടെയും നെറ്റി ചുളിയും, അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല.
ഈ കേരളത്തിൽ ഒന്നും ഈ പറയുന്ന വിഭാഗത്തിനെതിരെ നടപടിയെടുക്കാനോ ശബ്ദിക്കാനോ നിങ്ങൾക്ക് നട്ടലില്ല. ആ നട്ടലില്ലായ്മ നിങ്ങൾ അപ്പം മാത്രമല്ല കാണിച്ചിരുന്ന ചൂടെ. നിങ്ങളുടെ ഒരു അധ്യാപകൻ ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ കൈവെട്ടിയില്ലേ? അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് എന്തിന്റെ പേരിലാണ്? അന്ന് നിങ്ങളുടെ സഭയുടെ നിലപാടെന്തായിരുന്നു അറിയാമോ? ആ അധ്യാപകനെ നിങ്ങൾ തള്ളി പറഞ്ഞു. ആ അധ്യാപകന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു നിങ്ങൾ കാരണം. നിങ്ങളുടെ നിലപാട് കൊണ്ട്, നിങ്ങളുടെ നിലപാട്, നിങ്ങൾ ഏകപക്ഷീയമായ നിലപാടാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിങ്ങളുടെ നിലപാട് ഏകപക്ഷ. നിങ്ങൾ എടുക്കുന്നത് ഇപ്പൊ കേരളത്തിന് പുറത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ ഒട്ടകപക്ഷി നയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവര് സഭയുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുമാറി, അല്ലെങ്കിൽ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുചേരുന്നത്. അത് മറക്കണ്ട. പിന്നെ നിങ്ങൾ ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാ? എന്താ മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ തന്നെ തയ്യാറായതിന്റെ കാരണം എന്താ? വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ അംഗീകരിച്ചത്? കോൺഗ്രസ് നേതൃത്വമല്ലേ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നത്? ആ കോൺഗ്രസ്സുകാരെ അത് നിയമം കൊണ്ടുവന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോ നിങ്ങൾ ആസൂത്രിതമായി ഈ രാജ്യത്ത് ഒരു ദേശീയമായ മുന്നേറ്റവും ദേശീയമായ സർക്കാരും രംഗത്ത് വന്ന കാലഘട്ടം മുതൽ ആസൂത്രിതമായി അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു, എതിർക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ നിങ്ങളുടെ ഈ 834, 434 എന്നുള്ള കണക്കുമൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നേരെ അത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല വ്യാജ ആരോപണങ്ങൾ. ഇപ്പൊ ജാംബുവയില് കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒരു ആരോപണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ശരിക്കും പറഞ്ഞാൽ അത് മുതലാണ് എനിക്ക് ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവ സഭകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വ്യാപകമായ പ്രചരണം തുടങ്ങി വെച്ചത് ജാംബുവ സംഭവമാണ്. പോയല്ലോ ഇവിടെ നിന്നൊരു സംഘം സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തില്. ഓർക്കുന്നുണ്ടോ ചൂടെ? അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തില്, ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തിൽ ജാംബുവയിൽ പോയി അന്വേഷണം നടത്തി പുറത്തു വന്നു. അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്തായിരുന്നു? ജാംബുവയിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് സഭയിലെ തന്നെ കുഞ്ഞാടുകളാ. അവിടുത്തെ ക്രിമിനലായിട്ടുള്ള ഒരു വിഭാഗം ക്രൈസ്ത്യാനികളാണ് ജാംബുവയിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? നമ്മൾ ചർച്ച ചെയ്തതല്ലേ? ഈ കർണാടകയിൽ ഉണ്ടായല്ലോ അത്തരം സംഭവം. അപ്പൊ അവിടെയൊക്കെ ക്രിമിനലുകൾ ആക്രമിക്കുമ്പോൾ അതെല്ലാം ചെന്ന് ചേരുന്നത് ക്രിസ്ത്യാനികൾ ആക്രമിച്ചാൽ, കള്ളന്മാരാക്രമിച്ചാൽ, കൊള്ളക്കാരാക്രമിച്ചാൽ അതൊക്കെ ബജരംഗികൾ, അതൊക്കെ സംഘപരിവാർ. ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യാജ പ്രചരണം ഏറെക്കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്ന് വിചാരിക്കരുത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ വർഗീയമായ വിഭജനം സൃഷ്ടിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ അതിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ ഇവിടുത്തെ ക്രൈസ്തവർ തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട, അത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമൂഹം നിങ്ങളെ സംശയത്തോടെ കാണും. നിങ്ങൾ സംശയത്തിന്റെ നിഴലിലായിരിക്കും, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. നിങ്ങളുടെ ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ വ്യാപകമായ മതപ്രചരണം നടത്തുന്നു. ആ മതപ്രചരണത്തിന്റെ മറവിൽ നിങ്ങൾ നടത്തുന്ന, ഇപ്പോ ഇവിടെ സലീം മടവൂർ അവർ ഒരുപാട് സ്കൂൾ നടത്തുന്നു, ഒരുപാട് ആശുപത്രി നടത്തുന്നു. സോ വാട്ട്? അവർ ആശുപത്രി നടത്തിയാൽ മതം മാറ്റാനുള്ള അവർക്ക് അനുവാദം ഉണ്ടോ? അവർ ആശുപത്രി നടത്തുന്നു, അതുകൊണ്ട് മതം മാറ്റം നടത്താം എന്നാണ്. സ്കൂൾ നടത്തുന്നു, അവർക്ക് മതം മാറ്റം നടത്താൻ അനുവാദം ഉണ്ടോ? നിങ്ങൾ ആരോപിക്കുന്നല്ലേ, നിങ്ങൾ ആരോപിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സാർ നിയമം കൊണ്ടുവന്ന്, കോൺഗ്രസ് സർക്കാരല്ലേ നിയമം കൊണ്ടുവന്നേ? നിങ്ങളൊരു കാലത്ത് പിന്തുണച്ചതല്ലേ ഇതിന്? എന്തിനാണ് നിയമം കൊണ്ടുവന്നേ? എന്തിനാണ് സാർ നിയമം കൊണ്ടുവന്നേ? പറയേ, കോൺഗ്രസ് ഗവൺമെന്റ് എന്തിനാണ് നിയമം കൊണ്ടുവന്നേ? നിങ്ങൾ പറഞ്ഞോ. നമുക്ക് 1-to-1 ടോക്ക് നടത്താം. ഐ എം റെഡി to talk with you. നിങ്ങൾ പറയൂ. Tell me why government imposed anti-convention law? Congress government. Tell me, sir. നിങ്ങൾ പറയൂ. നിർബന്ധിത മതപരിവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ വന്നിരിക്കുന്ന നിയമങ്ങളാണ്. അത്തരം മാറ്റങ്ങളൊന്നും വേണ്ട. ഈ ഫ്ലോറിൽ അത്തരം മാറ്റങ്ങളൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത് ഇത്തരം മതമാറ്റങ്ങൾ നടന്നുകൊണ്ടാണ് സർ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി മതമാറ്റം നിരോധിക്കണം എന്ന് പറഞ്ഞത് സർ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മതമാറ്റം നിരോധിക്കണം എന്ന് പറഞ്ഞത് സർ. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ മതമാറ്റത്തെ എതിർത്തത് അതുകൊണ്ടാണ് സർ. വ്യാപകമായ മതമാറ്റങ്ങൾ നടന്നു. ആ മതമാറ്റങ്ങൾ നടന്നത് മുഴുവൻ ഈ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെയാണ്.
അതുകൊണ്ടാണ് കൺവെൻഷൻ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത്തരം വാചകങ്ങളൊന്നും വേണ്ട. യെസ്, അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ പറയാൻ തയ്യാറാ. പറഞ്ഞു പെട്ടെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. പറയൂ താങ്കൾ പറഞ്ഞോളൂ. പറയൂ. ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്റെ സ്വതന്ത്രമായ അഭിപ്രായം, ഒരാൾക്ക് ഏത് മതവിശ്വാസമാണോ ശരിയെന്ന് തോന്നുന്നത് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്ത്യയിൽ നിർബന്ധിത മത പരിവർത്തനം നടന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച നടപടിയല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആളുകൾക്ക് മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, മതം മാറാം, ഒരു മതത്തിലും ഇല്ലാതെ ജീവിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇനി ഞാൻ എല്ലാ കാലവും ഇസ്ലാം മതത്തിൽ ജീവിച്ചിരിക്കണമെന്ന നിയമം കൊണ്ടാണ് അടിച്ചേൽപ്പിക്കേണ്ടത്. എന്റെ വിശ്വാസം കൊണ്ടല്ലേ ഞാനൊരു മതത്തിന്റെ ആളാവേണ്ടത്? ഒരാളുടെ വിശ്വാസം കൊണ്ടല്ലേ അയാൾ ഹിന്ദു മതമാവേണ്ടത്? ഒരു നിയമത്തിലൂടെയാണോ? രാജ്യത്ത് കൊണ്ടുവന്ന, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു ലോകത്ത് ഇത്ര ലക്ഷം ഹിന്ദുക്കൾ ഉണ്ടായാൽ മാത്രമേ ഹിന്ദു മതവും ദൈവവും രക്ഷപ്പെടുന്നുണ്ടോ? ഇത്ര കോടി ഇത്ര ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലേ മുസ്ലിങ്ങളുടെ ദൈവവും മുസ്ലിങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടോ? ആളുകൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നു ഏത് മതത്തിലും വിശ്വസിക്കട്ടെ. എന്തിനാ മതം മാറ്റം ഇല്ലാതാക്കുന്നതും ആളുകളെ പേര് രണ്ടും വേണ്ടല്ലോ. ആളുകളെ പ്രത്യേകമായ ഒരു മതത്തിലേക്ക് പ്രത്യേകമായി നിർബന്ധിതമായ മതപരിവർത്തനത്തിന് ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന മതത്തിൽ തന്നെ തുടരണം, ജനിച്ചാൽ പിന്നെ മതം മാറാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ? അത് പാടുണ്ടോ? ആളുകൾക്ക് സ്വയം പഠിക്കാനും മാറാനും ചിലർ മതം ഇല്ലാതെ പറയും. അതിനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കില്ലേ? അങ്ങനെയല്ലേ രാജ്യം വേണ്ടത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുത്തൻ ബി ജെ പി പറയുന്നത് പോലെ എല്ലാ കാലവും ഹിന്ദുവായി ജനിച്ചാൽ ഹിന്ദു ഭൂരിപക്ഷ സംവിധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി മതം മാറാൻ പാടില്ല, നിങ്ങൾ ഇനി മതമാവണം, വേറെ ഒന്നും പോകാൻ പാടില്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് ഇന്ത്യയിൽ നടക്കും, ഏതോ രാജ്യത്ത് നടക്കുമോ? ലോകത്ത് നടക്കുമോ? സലിമടവൂരെ, മതം മാറുന്നതിന് ആരാണ് ഇതിൽ പറഞ്ഞത്? മതം മാറുന്നതും മതം മാറ്റുന്നതും രണ്ടാണ് സാർ. അതെ. താങ്കൾ അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന വഖഫ് നിയമത്തില് 5 കൊല്ലം ഒരു മതം വിശ്വസിച്ചാൽ മാത്രമേ, വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വരെ നിങ്ങൾ നിയമം കൊണ്ടുവരാനാണ്. അതിനെന്താ കുഴപ്പം? അയാളുടെ സ്വത്ത് അയാൾക്ക് ഇഷ്ടം പോലെ കൊടുത്തൂടെ? എന്റെ സ്വത്ത് എനിക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, ഹിന്ദുക്കൾക്ക് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, മറ്റൊരു മതമില്ലാത്തവർ കൊടുക്കാം. ഞാൻ 5 കൊല്ലം ഇസ്ലാം മതത്തിൽ നിന്നാൽ മാത്രമേ നിങ്ങൾ എന്തൊക്കെ ഈ രാജ്യത്ത് അവനവന്റെ ഭൂമി അല്ലാത്ത ഭൂമി പോലും ആ ഭൂമി അതിലൂടെ നടന്നാൽ പോലും വഖഫായി പ്രഖ്യാപിച്ച ചരിത്രമാണ്. അങ്ങനെയായ ഭൂമി ഏതാ? പറയൂ, ഏത് ഭൂമിയാ? അല്ല, നിങ്ങൾ പറയോ അങ്ങനെയായ ഭൂമി ഏതാണ്? അല്ല, സിമ്പിൾ ചോദ്യം, അതുപോലെ ചോദ്യം കൂടെ. ഇപ്പോ നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നല്ലോ, നമ്മുടെ മുനമ്പത്തെ പ്രശ്നം സമ്പൂർണ്ണമായിട്ട് അതോടുകൂടി പരിഹരിക്കപ്പെട്ടോ? ഇനി ജുഡീഷ്യൽ പ്രോസസ്സിലല്ലേ? ജുഡീഷ്യൽ പ്രോസസ്സിലല്ലേ ഇപ്പൊ എന്താ? അത് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്യട്ടെ. ചോദിക്കട്ടെ, കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യട്ടെ? പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടോ? കേരള ഗവൺമെന്റ് ചെയ്യണം. കേരള ഗവൺമെന്റ് അല്ലല്ല, നിങ്ങളെ നിയമം വന്നില്ലേ? നിങ്ങളെ നിയമം വന്നവർ പരിഹരിക്കപ്പെടുന്നവരെ പറഞ്ഞത്. ഇനി കേരള ഗവൺമെന്റ് ചെയ്യണ്ടല്ലോ, ജുഡീഷ്യൽ പ്രോസസ് കഴിവോട് കിട്ടിക്കോളൂ. അത് ജനങ്ങളോടൊന്ന് പറയോ? അങ്ങനെയാണോ? അല്ല സലിമടവൂരെ, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ മുനമ്പത്തെ ഭൂമിയെ സംബന്ധിച്ച് പരിഗണിക്കുമ്പോൾ, കോടതി പരിഗണിക്കുമ്പോൾ ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ ആ ട്രൈബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ നിലവിലെ നിയമം അനുസരിച്ച് സാധിക്കും. മറ്റേ ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരുന്നു. ആ ട്രൈബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ, അപ്പെക്സ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇന്നത്തെ നിയമത്തിൽ സാധിക്കുന്നു. ഇതാണ് ഈ നിയമം കൊണ്ട് അവൻ ഹൈക്കോടതിയിലെ നേരത്തെ പറഞ്ഞത്, ഹൈക്കോടതിയാണ്. നേരത്തെ ഇടപെട്ട ഹൈക്കോടതിയല്ലേ? ഈ ട്രൈബ്യൂണൽ ഹൈക്കോടതിയല്ലേ? നേരത്തെ ഇടപെട്ടത് വഖഫിന്റെ രജിസ്റ്ററിൽ പെട്ടതിന് ശേഷം ഹൈക്കോടതിക്ക് ട്രൈബ്യൂണൽ തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ട്രൈബ്യൂണലിനോട് ഹൈക്കോടതി ഇടപെട്ടോ? അല്ല, നിങ്ങൾ പറയുന്നത് ട്രൈബ്യൂണലിന്റെ ബോർഡ് പിന്നെ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റൂല. ഹൈക്കോടതി പിന്നെ ഇടപെട്ടോ? അതിന്റെ മുകളിൽ ട്രിബ്യൂണൽ തീരുമാനിക്കട്ടെ. അല്ലല്ല, ട്രൈബ്യൂണലിനോട് നടപടി ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കഴിഞ്ഞ നിയമത്തിൽ ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണോ അല്ലയോ? ശ്രീ ആർ വി ബാബു മനഃപൂർവ്വം ശരി, അതിന് പറയും കൊടുക്കരുത് പ്ലീസ്. സലിം മടവൂർ. യെസ്.